sorry. Next is the output equation of an AC machine. ഇത് ഇൻഡക്ഷൻ മെഷീനും സിംഗ്രണസ് മെഷീനും ഒരേപോലെ ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ പറയുന്നെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഔട്ട്പുട്ടില്ല, ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ജനറലി നമ്മൾ ഈ എക്സ്പ്രഷനെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. എന്താണ് കൺസിഡർ എം ഫേസ് മെഷീൻ. എം ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഫേസ്, സാധാരണഗതിയിൽ 3 ഫേസേ ഉള്ളൂ. വളരെ ചുരുക്കമായിട്ട് 2 ഫേസും ഒക്കെ ഉള്ളൂ. അപ്പോൾ എം ഫേസ് വാട്ട് ആർ ബി ദ നമ്പർ ഓഫ് ഫേസസ്. അപ്പം ജനറലായിട്ട് നമ്മൾ എടുക്കുന്നുള്ളതുള്ളൂ, അത് പിന്നെ അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് കാണും. ഹാവിങ് 1 സർക്യൂട്ട് പെർ ഫേസ്, ഒരു സർക്യൂട്ടുള്ള ഇതിപ്പം ചില മെഷീനൊക്കെ ആണെങ്കിൽ 2 സർക്യൂട്ട് കാണും ഒരു ഫേസിൽ തന്നെ, അതായത് പാരലായിട്ട് ഒരു സർക്യൂട്ടും കൂടെ, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. ഇവിടെ നമ്മൾ ഒരു സർക്യൂട്ടുള്ള ഒരു ഫേസിൽ ഒരു സർക്യൂട്ടുള്ള ഒരു മെഷീൻ കൺസിഡർ ചെയ്യുക, എം ഫേസ് മെഷീൻ. KVA റേറ്റിംഗ് ഓഫ് ദ മെഷീൻ. ഇപ്പോഴും നമ്മൾ KVA റേറ്റിങ്ങിന് Q എന്നാണ് കൊടുക്കുന്നത്. ഈക്വൽ ടു എന്താണ്? ഇൻഡക്ഷൻ മെഷീനാണ്. അപ്പോൾ നമ്മൾ V പെർ ഫേസ് ഇൻറ്റു കറണ്ട് പെർ ഫേസ്, V ഇൻറ്റു I എടുക്കുമ്പോൾ വോൾട്ടാമ്പിയറെ കിട്ടുന്നുള്ളൂ, ഇൻറ്റു 10⁻³ ആകുമ്പോൾ KVA കിട്ടും. അപ്പോൾ നമ്മൾ V പെർ ഫേസ് വോൾട്ട്സ് പെർ ഫേസ് ഇൻറ്റു കറണ്ട് പെർ ഫേസ് ഇൻറ്റു 10⁻³. ഇനി നമ്പർ ഓഫ് ഫേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിലല്ലേ നമുക്ക് മൊത്തമുള്ള KVA കിട്ടുള്ളൂ. അപ്പോൾ KVA റേറ്റിംഗ് ദ മെഷീൻ Q ഈക്വൽ ടു നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു വോൾട്ട്സ് പെർ ഫേസ് ഇൻറ്റു കറണ്ട് പെർ ഫേസ് ഇൻറ്റു 10⁻³ സിമ്പിൾ. ഇനി അപ്പോൾ Q എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? EPH ഇൻറ്റു വോൾട്ടേജ് പെർ ഫേസ്, കറണ്ട് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ IPH ഇൻറ്റു 10⁻³ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ്. പക്ഷേ നമുക്ക് ഇൻഡക്ഷൻ മെഷീനിൽ അതുപോലെ സിംഗ്രണസ് മെഷീനിലും ഒക്കെ EPH എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്റ്റേറ്ററിൻ്റെ ഒരു ഫേസിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിംഗ്രണസ് മെഷീനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4.44 kc ഇൻറ്റു KD ഇൻറ്റു F ഇൻറ്റു φ ഇൻറ്റു TPH വിത്ത് യൂഷ്വൽ നൊട്ടേഷൻസ്. അപ്പോൾ φ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോളാണ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, TPH എന്ന് പറഞ്ഞാൽ ടേൺസ് പെർ ഫേസ് ആണ്. ഇതൊക്കെ നമുക്കറിയാം, ടേൺസ് പെർ ഫേസ്. അപ്പം ബട്ട് EPH ഈസ് ഈക്വൽ ടു 4.44 kW ഇൻറ്റു KW എന്ന് പറഞ്ഞാൽ വൈൻഡിങ് ഫാക്ടർ, KC ഇൻറ്റു KDക്കാണ് നമ്മൾ KW എന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞതാണ് FITPH. അപ്പോൾ Q എന്നുള്ളതിനെ നമുക്കിങ്ങനെ മാറ്റാം. അപ്പോൾ നമ്പർ ഓഫ് ഫേസസ് എന്നുള്ളതിന് നമ്മൾ M എന്ന് എടുക്കുന്നു. അപ്പോൾ M ഇൻറ്റു 4.44 ഇൻറ്റു F ഇൻറ്റു φ ഇൻറ്റു KW ഇൻറ്റു TPH, അത്രയുമാണ് EPHനുള്ളത്, ഇൻറ്റു IPH ഇൻറ്റു 10⁻³ നമ്മൾ വീണ്ടും അവിടെ ഒരു PNS/2 എന്ന് വന്നേക്കുന്നത്. എഫിൻ്റെ സ്ഥാനത്ത് വേറെ F ഈസ് ഈക്വൽ ടു വാട്ട്? P ഇൻറ്റു NS/120. PN/120 നമുക്കറിയാം. N എന്ന് പറയുന്നത് ഇവിടെ സിംഗ്രണസ് സ്പീഡാണ്. ഇൻഡക്ഷൻ മെഷീൻ ആയിരുന്നാലും സിംഗ്രണസ് മെഷീൻ ആയിരുന്നാലും സിംഗ്രണസ് സ്പീഡാണ്. F ഈക്വൽ ടു ഫ്രീക്വൻസി. സിംഗ്രണസ് സ്പീഡ് ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? F ഈസ് ഈക്വൽ ടു P ഇൻറ്റു NS/120. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡാണ് NS എന്ന് പറയുന്നത്. NS ഈക്വൽ ടു 120F/P. അല്ലെങ്കിൽ തിരിച്ച് F എന്ന് പറഞ്ഞാൽ സപ്ലൈയുടെ ഫ്രീക്വൻസി, P ഇൻറ്റു NS/120. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം, P ഇൻറ്റു ഈ NS സിംഗ്രണസ് സ്പീഡിന് RPM എന്നുള്ളത് നമുക്ക് സിംഗ്രണസ് സ്പീഡിന് RPS റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, ഒരു മിനിറ്റിലുള്ള റെവല്യൂഷൻസ് NS എന്നുള്ളത് NS/60. അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ NS സ്മോൾ NS. അപ്പം നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്മോൾ NS നമുക്ക് എഴുതാം. NS/60 സ്മോൾ NS എന്ന് എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് P ഇൻറ്റു NS/2. NS/60 120 എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിക്ക് പകരം P ഇൻറ്റു NS/2. അപ്പോൾ ഇൻസ്റ്റോ ഓഫ് ഫ്രീക്വൻസി വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് P ഇൻറ്റു NS/2. ബാക്കിയെല്ലാം അത് തന്നെ. അപ്പോൾ നമ്മൾ ഈ 4.44ഉം അവിടുത്തെ ഒരു 2ഉം താഴത്തെ ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. അന്നേരം പിന്നെ എന്താ ഉള്ളത്? 2.22 ഇൻറ്റു M ഇൻറ്റു P ഇൻറ്റു NS ഇൻറ്റു φ ഇൻറ്റു KW ഇൻറ്റു TPH ഇൻറ്റു IPH ഇൻറ്റു 10⁻³ വീണ്ടും നമുക്ക് നോക്കാം. P ഇൻറ്റു φ ഒരുമിച്ച് എഴുതി, P ഇൻറ്റു φ ഒരുമിച്ച് എഴുതി. പിന്നെ 2 ഇൻറ്റു M ഇൻറ്റു TPH. അപ്പോൾ ആ 2.22ൽ നിന്ന് ഒരു 2 ഇനി എടുത്തു. ആ 2.22 നിന്ന് ഒരു 2 എടുക്കുമ്പോൾ പിന്നെ 1.11 ശേഷിക്കുന്നുണ്ട്. അത് നമ്മൾ
വീണ്ടും ഇപ്പുറത്തോട്ട് എഴുതി ആണ് ഐ പി എച്ച് 2 into MPH, M into TPH into IPH into 1.11 into KW into 10 raised to minus 3 into NS. NS ഇവിടുത്തെ NS P into NS എന്ന് കിടന്ന ആ NS എന്ന് ഇവിടെ എടുത്തു, 5 എന്നിട്ട് ഇവിടെ എടുത്തു, പിയുടെ കൂടെ എടുത്തു. ഈ 2.22ൻ്റെ നമ്മൾ 1.11 ഇങ്ങോട്ട് മാറ്റി എഴുതി. So what we get? So we have P5 into Z into IPH. നോക്കണം, ഈ IPH ഈ TPH into IPH നോക്കണം. 2 TPH എന്ന് പറഞ്ഞാൽ ZPH, 2 TPH എന്ന് പറഞ്ഞാൽ ZPH ആണ്. ടേൺസ് പെർ ഫേസിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 മടങ്ങ് കണ്ടക്ടേഴ്സ് പെർ ഫേസാണ്. അപ്പോൾ അതിന് എത്ര ഫേസ് ഉണ്ടോ അത്രയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ഇൻറ്റു ZPH എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ടേൺസ് പെർ ഫേസിനെ 2 കൊണ്ട് അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസാണ്. അപ്പോൾ എം ഫേസ് എല്ലാ ഫേസിനും കൂടെയുള്ള മൊത്തമുള്ള നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എം ഇൻറ്റു ZPH എന്ന് പറഞ്ഞാൽ ഇസഡാണ് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. സോ ഇൻ ടേംസ് ഓഫ് ഇസഡ് വാട്ട് വി ക്യാൻ റൈറ്റ്? അപ്പോൾ എം ഇൻറ്റു TPH 2 ഇൻറ്റു എം ഇൻറ്റു TPH എന്ന് പറഞ്ഞാൽ അത് ഇസഡാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഇസഡായിട്ട് ചുരുങ്ങും. അപ്പോൾ P5 ഇൻറ്റു ഇസഡ് ഇൻറ്റു ഇത് ഇസഡായിട്ട് ബ്രാക്കറ്റിനകത്തുള്ളത് ഇസഡായിട്ട് മാറി. IPH ഇവിടെ വീണ്ടും ഉണ്ട് 1.11 ഇൻറ്റു KW ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു NS. അപ്പോൾ നമുക്ക് എന്ത് വന്നു? അപ്പോൾ നമുക്ക് വീണ്ടും ഈ 5P എന്ന് പറഞ്ഞാൽ ബി ആവറേജ് ഇൻറ്റു പൈഡിയൽ എന്ന് എഴുതിക്കൂടെ? കാരണം വാട്ട് ഈസ് ബി ആവറേജ്? ബി ആവറേജ് ഈസ് ഈക്വൽ ടു, ബിക്കോസ് ബി ആവറേജ് ഈസ് ഈക്വൽ ടു 5P ഡിവൈഡഡ് ബൈ പൈഡിയൽ. ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്. 5PL by πDL. See, B average equal to 5P by πDL. അപ്പോൾ നമുക്ക് πDL ഇൻറ്റു ബി ആവറേജ് സം 5P എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബി ആവറേജ് ഇൻറ്റു πDL ഇൻറ്റു IPH എന്ന് പറഞ്ഞാലോ IPH AC. വാട്ട് ഈസ് AC? AC ഈസ് ഈക്വൽ ടു IZ ഇൻറ്റു Z ബൈ πD. ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്ക്. സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്. സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ് എന്ന് പറഞ്ഞാൽ IZ ഇൻറ്റു Z, അതായത് AC എന്ന് പറയുന്നത് IZ ഇൻറ്റു Z ബൈ πD. അപ്പോൾ നമുക്ക് IPH ഇൻറ്റു Z, IPH തന്നെ IZ, IPH ഈസ് സെയിം ആസ് IZ. അപ്പോൾ Z ഇൻറ്റു IPH എന്ന് പറഞ്ഞാൽ AC ഇൻറ്റു πD. രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് Z ഇൻറ്റു IPH ആണ്. Z ഇൻറ്റു IPH ആണ്. ആൻഡ് IPH ഈസ് സെയിം ആസ് IZ. പെർ ഫേസ് കറണ്ട്, ഓരോ ഫേസിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് കണ്ടക്ടർ കറണ്ട് തന്നെ. സി, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ AC ഇൻറ്റു πD ഇൻറ്റു 1.11 ഇൻറ്റു KW ഇൻറ്റു NS ഇൻറ്റു 10 raised to minus 3. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കാണെങ്കിൽ ഈ 1.11 ഇതിനകത്തൊരു പൈ ഇൻറ്റു പൈഡിയലിൻ്റെ പൈയും പൈഡിയുടെ പൈയും പൈ സ്ക്വയർ ആയി. ബി ആവറേജ് എഴുതി, AC എഴുതി, KW എഴുതി, 10 raised to minus 3. ആ കോൺസ്റ്റൻ്റ് അവിടെ ഒന്നിച്ച് കൂട്ടി. 1.11 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു ബി ആവറേജ് ഇൻറ്റു AC ഇൻറ്റു KW ഇൻറ്റു 10 raised to minus 3. പിന്നുള്ളത് D സ്ക്വയർ ഇൻറ്റു L. പൈഡിയലിൻ്റെ ഡിയും പൈഡിയുടെ ഡിയും കൂടെ ചേരുമ്പം D സ്ക്വയർ, പൈഡിയലിൻ്റെ L. അപ്പോൾ അങ്ങനെ D സ്ക്വയർ L, പിന്നൊരു NS ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വെളിയിൽ എഴുതി. അപ്പോൾ ബ്രാക്കറ്റ്, ഇൻസൈഡ് ദ ബ്രാക്കറ്റ് വി ഹാവ് ക്വാണ്ടിറ്റി 1.11 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു ബി ആവറേജ് ഇൻറ്റു AC ഇൻറ്റു KW ഇൻറ്റു 10 raised to minus 3. ഇത് നമ്മൾ ഈ 1.11 പൈ സ്ക്വയർ
1.11 പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.11 ഇൻറ്റു പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 11 ആണ്. യു സി 1.11 മൾട്ടിപ്ലൈഡ് ബൈ പൈ സ്ക്വയർ, 1.11 മൾട്ടിപ്ലൈഡ് ബൈ പൈ സ്ക്വയർ അത് 10.9 അടുത്ത് വരും. അത് നമ്മൾ അപ്രോക്സിമേറ്റായിട്ട് 11 എന്നും പറഞ്ഞെടുക്കും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് 1.11 പൈ സ്ക്വയർ വി ടേക്ക് 11. അപ്പോൾ നമുക്ക് ആ 11 ബി ആവറേജ് എ സി ഇൻറ്റു കെ ഡബ്ല്യു, 11 ബി ഡബ്ല്യു എ സി ഇൻറ്റു കെ ഡബ്ല്യു ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ 11 കെ ഡബ്ല്യു ഇൻറ്റു ബി ആവറേജ് ഇൻറ്റു എ സി ഇൻറ്റു 10⁻³ സ്ഥാനത്ത് നമ്മൾ ഒരൊറ്റ കോൺസ്റ്റൻറ്റ് ഇടുക, C0. ഈ ബ്രാക്കറ്റ് കിടക്കുന്നതെല്ലാം കൂടെ C0 എന്നും പറഞ്ഞെടുക്കുക. 1.11 പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11 എന്ന് വരും. അപ്പോൾ നമ്മൾ C0 ഇൻറ്റു d²LNS. അപ്പോൾ ദിസ് ഈസ് ദി ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ. യഥാർത്ഥത്തിൽ ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൽ ഔട്ട്പുട്ടല്ല, ഇസ് ദ ഇൻപുട്ട് KVA എന്നും പറഞ്ഞാൽ നമ്മൾ എടുത്തത് ഇൻപുട്ടാണ്. EPH ഇൻറ്റു IPH എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആയതുകൊണ്ട് അപ്പം സിംഗിൾ സ്പെഷ്യലിക്ക് ഔട്ട്പുട്ടാണ്. അപ്പോൾ ദിസ് ഈസ് ദി ഇക്വേഷൻ. Q is equal to C0 d²LNS, where NS is the synchronous speed in RPS, D is in meters and L is in meters. What is D? D എന്ന് പറയുന്ന മെഷീൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദി സ്റ്റേറ്റർ, L എന്ന് പറഞ്ഞാൽ ദി ലെങ്ത് ഓഫ് ദ മെഷീൻ, ആൻഡ് C0 ഈസ് ദി കോഎഫിഷ്യൻറ്റ് 11 kW into B average into AC into 10⁻⁻³. So don't confuse this constant with that of the transformer. ഇനിയുള്ള എല്ലാ റൊട്ടേറ്റിംഗ് മെഷീൻസിലും ഈ കോൺസ്റ്റൻറ്റ് ഒരേപോലെയാണ്. 11 kW ഇൻറ്റു ബി ആവറേജ് ഇൻറ്റു എ സി ഇൻറ്റു 10⁻³ എന്ന് പറയുന്ന C0. അപ്പോൾ ദ ഇക്വേഷൻ ഈസ് ഔട്ട്പുട്ട് ഇക്വേഷൻ, ലെറ്റ് us call so C0 d²LNS. അപ്പം അത് d²L ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. d²L നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡിയും എല്ലും കണ്ടുപിടിക്കും, മെയിൻ ഡയമെൻഷൻസ്. സോ Q ഡിവൈഡഡ് ബൈ C0NS, where C0 is equal to is 11 kW B average into AC into B average AC into 10⁻⁻³. അപ്പം KVA ഇൻപുട്ട് കണ്ടുപിടിക്കാനോ Q is the KVA ഇൻപുട്ട്. Q എന്ന് പറയുന്നത് KVA ഇൻപുട്ടാണ്. അത് നമ്മൾ എന്തെടുക്കും, KW തന്നിരിക്കുകയാണെങ്കിൽ എപ്പോഴും മെഷീൻ്റെ KW എന്ന് പറയുന്നത് മെഷീൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പം ഇൻപുട്ട് കണ്ടുപിടിക്കാൻ KW ഡിവൈഡ് ബൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് KW കിട്ടും. അതിനെ പിന്നെ പവർ ഫാക്ടറും ഡിവൈഡ് ചെയ്യുമ്പം ഇൻപുട്ട് KVA കിട്ടും. ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. റേറ്റിംഗ് ഹോഴ്സ് പവർ തന്നിരിക്കുകയാണെങ്കിലോ, ഹോഴ്സ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് മെഷീൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഏത് മെഷീൻ്റെയും റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. അത് ഹോഴ്സ് പവറിലാണ് തന്നിരി. ഇൻസ്റ്റെഡ് ഓഫ് KW ഹോഴ്സ് പവറിലാണെങ്കിൽ ഹോഴ്സ് പവറിനെ നമ്മൾ വാട്ട്സിൽ കൺവേർട്ട് ചെയ്യുക, KW കൺവേർട്ട് ചെയ്യുക. വാട്ട്സ് ആക്കാൻ 736, KW ആക്കാൻ HP ഇൻറ്റു 0.736 KW കിട്ടും. അതിനെ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് കിട്ടും, ഇൻപുട്ട് ഇൻ KW. അതിനെ പിന്നെ കോസ് ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ KW കോസ് ഫൈ ഡിവൈഡ് ചെയ്യുമ്പോൾ KVA കിട്ടും, KVA ഇൻപുട്ട്. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് മാറ്റി മറിച്ചതിന് ശേഷം വേണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. The horsepower, speed, power factor and efficiency of a machine are specified. അതൊക്കെയാണ് തരുന്നത്. എന്നിട്ട് in order to evaluate d²L കണ്ടുപിടിക്കാൻ we need to find out the output coefficient C0, which depends on the choice of specific electric and magnetic loadings. അപ്പോൾ ഇവിടെ C0 എന്ന് പറയുന്നത് 11 ഇൻറ്റു ബി ആവറേജ് ഇൻറ്റു AC ഇൻറ്റു KW ഇൻറ്റു 10⁻³ ആണ്. ഈ C0 എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. C0യ്ക്കകത്ത് ബി ആവറേജ് സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഉണ്ട്, സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ്. KW എന്ന് പറഞ്ഞാൽ വൈൻഡിങ് ഫാക്ടറാണ്, ദാറ്റ് ഈസ് KC ഇൻറ്റു KD. അത് വലിയടുത്ത് വേരി ചെയ്തില്ല, 0.95, 0.955 ഒക്കെ KWൻ്റെ വാല്യൂ. പക്ഷേ ബി ആവറേജ് AC അനുസരിച്ച് സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിങ്ങും സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങും അനുസരിച്ച് C0ൻ്റെ വാല്യൂ മാറി മാറി വരും. അപ്പോൾ C0ൻ്റെ വാല്യൂക്ക് അനുസരിച്ചാണ് d²L ഇരിക്കുന്നത്. d²L എന്ന് പറയുന്നത് Q/C0NS ആണ്, Q/C0NS. അപ്പോൾ ഈ C0യ്ക്ക് എന്ത് വാല്യൂ എന്നുള്ളത് ബി ആവറേജും AC അനുസരിച്ച് മാറും. ആ ബി ആവറേജും AC എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്
നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ബി ആവറേജും കെ സി എങ്ങനെയാണ്, എ സിയും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇസ് സെലക്ഷൻ ഓഫ് ബി ആവറേജ്.